ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പോസ്റ്റ് ചെയ്യണപ്പോഴാന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ കുറച്ച് ദിവസം 2 ദിവസമായില്ല ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 11:30 പിന്നെ സംഗീതിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നാളെ കായംകുളത്തൊരു വർക്ക് ഉണ്ട് പറഞ്ഞു, ഒരു ഇൻഡെക്സ് മോട്ടോഴ്സിൻ്റെ എന്തോ ഒരു ലോഞ്ച്. അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് കായംകുളത്താണ് വർക്ക് വരുന്നത്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങി. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ആരാണ് നമ്മുടെ ഈ വീഡിയോഗ്രാഫർ എല്ലാം ഐശ്വര്യ പ്രഭാകരൻ. അപ്പോൾ ഐശ്വര്യനായിട്ട് വ്ളോഗ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഐശ്വര്യനെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് അടിച്ചിരിക്കാനാണ്. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞതാണ്, ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. ഐശ്വര്യ റെഡിയായി കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ ഐ എം വെയിറ്റിംഗ് ഫോർ ഹെർ. അപ്പം ഒന്നുമില്ല, ഇനോഗ്രേഷനല്ല, ഇതേപോലെ ലോഞ്ചിന് പോകുന്ന ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് എല്ലാവരും. അപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. പിന്നെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന സമയത്ത് അതിൻ്റെ താഴെ പോയിട്ട് ആ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരുടെ താഴെ പോയിട്ട് എന്നെക്കുറിച്ച് മീൻസ് ഞാൻ എന്താണെന്ന്, ചില ആൾക്കാർക്ക് ഞാൻ എന്താണെന്ന് കമ്പനി പരിചയപ്പെടാതെ പോലും മനസ്സിലായ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. അതിൽ മെയിനായിട്ട് ശ്രദ്ധിച്ച കുറച്ച് പേരുകളുണ്ട്. എന്താ റെജിന എന്ന് പറയുന്നൊരു ചേച്ചിയാണോ ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ആഷ്ന എല്ലാത്തിനും അത്യാവശ്യം നല്ല കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട്. പിന്നെ ചില ആൾക്കാർ കമൻസിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നെഗറ്റീവ് കമൻസ് കണ്ടിങ്ങനെ താഴെ പോകുമ്പോൾ നല്ല പോസിറ്റീവായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമൻസും കാണാറുണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് കൈവന്നെ എടുക്കുന്ന ഇപ്പുറത്തൈയിൽ എവിടെയും അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യുന്ന കമൻസും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. പിന്നെന്താ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് ഗൈസ്. വേറൊരു കാര്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം മൈക്ക് മേടിച്ചില്ലേ, ആ മൈക്ക് അത് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ, ഇപ്പം എൻ്റെ ഇരിക്കുന്ന സാംസങ് ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കോംബോ ഉണ്ട് വേറെ. അപ്പോൾ അതിൽ നമുക്ക് ആ മൈക്ക് ആൻഡ്രോയിഡ് ഫോണിലും കണക്ട് ചെയ്യാം, ഐഫോണിലും കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ക്യാമറാസിലൊക്കെ കണക്ട് ചെയ്യാം. ക്യാമറാസിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ മൈക്ക്, അപ്പോൾ ഞാനൊന്ന് എന്താ പറയുക, ഇത് റിട്ടേൺ അടിച്ചിട്ട് ആ മൈക്കിന് വേണ്ടിയിട്ട് വീണ്ടും ഓർഡർ ചെയ്യണം. പക്ഷെ അതിന് ഇച്ചിരി കുറച്ചും കൂടി അധികം പൈസ കൂടുതലാണെന്നാണ് കേട്ടത്. എന്നാലും ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്കായിട്ട് ഇപ്പോൾ വ്ളോഗ് വരുന്നതല്ല ഗൈസ്. എന്താ ഇവിടെ റോഡ് പണി നടക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ഒക്കെ ചെയ്തു തന്നാൽ ഉപകാരം. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ ഇഷ്യൂനെ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, എത്തിയിരിക്കുകയാണ് ഐശ്വര്യ പ്രഭാകരൻ. കുറേ നേരം എന്നെ പോസ്റ്റാക്കി. നീ എല്ലാം കഴിച്ചോ? ഞാനും കഴിച്ചിട്ടില്ലേ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോകാം. ഓക്കെ ഗൈസ്, ബൈ. ഐശ്വര്യ കുറേ എല്ലാം കണ്ടിട്ട് എന്താണ് എന്തെങ്കിലും പറ. ഐശ്വര്യ ഫാൻസ് ഉണ്ട് ഇവിടെ. ശരി ഗൈസ്, നാണം വന്നു തുടങ്ങി. യെസ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കുമ്പളങ്ങി ചെല്ലാനം വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കണേ. നല്ല റോഡാണ്. കായംകുളത്തേക്ക് പോകുന്നത് കൊണ്ടിട്ട് നമ്മൾ അരൂർ വഴി പോയി കഴിഞ്ഞാൽ, അരൂർ ചേർത്തല വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നല്ല ബ്ലോക്ക് കിട്ടും. റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി. ഇതാണ് നമ്മുടെ കുമ്പളങ്ങി. നിങ്ങൾ കേട്ട ബോച്ചയുടെ റിസോർട്ടാണത്. ഇന്ന് കാണിച്ചോട്ടെ ബോച്ചയുടെ റിസോർട്ട്. കണ്ടില്ല, പോട്ടെ, സാരില്ല. അപ്പോൾ ഗൈസ്, കുമ്പളങ്ങി വഴി നമുക്ക് കുമ്പളങ്ങി കയറി ചെല്ലാനം കയറി ആർത്തുങ്കൽ പള്ളി, പിന്നെ അവിടെ ഒരു ബീച്ചും കൂടി ഉണ്ടല്ലോ, ആർത്തുങ്കൽ ബീച്ചാണത്. ആ ബീച്ചിൻ്റെ പേരെന്താ അറിയില്ല. ഓക്കെ, അന്ന് അവിടെ ഒരു അടിപൊളി ബീച്ചുണ്ട്, അന്ധകാരിണി ബീച്ച്, അങ്ങനെ എന്തോ പേര്. ആ ബീച്ചുണ്ട്. അതിലെ കൂടി നേരെ ഒറ്റ വഴി വിട്ടാൽ മതി. പിന്നെ റോഡ് ഇത്ര ഉണ്ടാവുള്ളൂ. കാണിച്ചോടുത്ത വീതി ഒന്നുകൂടി കാണിച്ചോടുത്ത് ഇത്ര ഉള്ളൂ വീതി. അപ്പോൾ ഈ ഒരു റോഡിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ സ്മൂത്ത് റോഡാണ്. ഈ റോഡൊന്നും കട്ടറില്ല, അതുപോലെ തന്നെ വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അടിപൊളി റോഡാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. മൈക്കൽ ഐലൻഡ് റിസോർട്ട്. ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകൾ, പ്രൈവറ്റ് റിസോർട്ടുകൾ കുറേ വരുന്നുണ്ട് അവിടെ ഉള്ളിലേക്കൊക്കെ ആയിട്ട്. കാരണം ഇവിടെ വൈകുന്നേരം ഏർലി മോർണിംഗ് ഒക്കെ വന്നിരിക്കാം പറ്റിയ കിഡ് സ്പോട്ടാണ്. ഞാൻ ഇതിന് മുന്നിൽ 10,000 വട്ടം ഇതിലെ കൂടി വന്നിട്ടുണ്ട്. രാവിലെ മോർണിംഗ് റൈഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സൂപ്പറാണ്, ഭയങ്കര ഫീലാണ്. നല്ല കാറ്റുണ്ടാവും,
നല്ല ആംബിയൻസ് ആണ്. നമുക്ക് കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. എന്താ ഐശു ഒന്നും മിണ്ടാത്തെ? ഐശു മിണ്ട്. ഐശു മൗനവ്രതമാണ്. ക്രീംബൻ കഴിക്കണത് എടുക്കാൻ മതി. കഴി. ചെല്ലാനം ബീച്ചിലേക്കുള്ള വഴിയാണിത്. ഫുള്ള് ഇപ്പൊ പുതിയ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. കുറെ നാളായിട്ട് ബീച്ച് ഭയങ്കര അകത്തേക്ക് കയറിയിട്ട് ഇവിടെയുള്ള വീടുകളിലൊക്കെ നല്ല പ്രശ്നമായിരുന്നു ചെല്ലാനം. ഇപ്പൊ അത്യാവശ്യം നല്ല പുതിയ കല്ലൊക്കെ ഇട്ടിട്ട് അവർ സെറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാൻ ഞാൻ ഈ കുട്ടീനോട് പറയുന്നുണ്ട്. പക്ഷെ ഈ ഐശ്വര്യ പ്രഭാകരനൊന്നും മിണ്ടുന്നില്ല. എന്താ ചെയ്യുക? ഇനി ഇങ്ങനെ ഒന്ന് തുറക്കോ? കണ്ടാ എന്നെ ശശിയാക്കാണ് ഗൈസ്. ഞാനില്ല, ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ പറയണുള്ളൂ. വഴിയിലുള്ള ഒന്നും കാണിക്കണില്ല. ഐ മീൻ സോറി, നിങ്ങളോടല്ല കേട്ടോ പരാതി. വഴിയിലുള്ള കാണിക്കണില്ല എന്നല്ല, വഴിയിലുള്ളത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സംഭവം എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ കാണിക്കാം. അല്ലാണ്ട് ഈ കുട്ടിയൊന്നും മിണ്ടണില്ല. ഇന്ററാക്റ്റീവ് ആവാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ മാത്രം ഇങ്ങനെ ബ്ലാ 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 പറഞ്ഞോണ്ടിരിക്കണം. ഓക്കെ ബൈ. എന്നാല് വീഡിയോ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ അന്തകാരിണി ബീച്ച്. ഐശ്വര്യ ഇത് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയാം, പക്ഷെ അവള് മിണ്ടൂല എന്നുള്ള ശബ്ദം ചെയ്തേക്കാം. ഈ ബീച്ച് ഞാൻ പണ്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. ബീച്ച് കയറി. എല്ലായിടത്തും ഇപ്പൊ അതാണ് അവസ്ഥ എന്നറിയാം. എന്നാലും അവിടെ കുടുംബശ്രീക്കാരെന്ത് ചെയ്യണം? എന്താണ് അത്രേ ഉള്ളൂ. ഐശു മിണ്ടൂല ഗൈസ്. എന്ത് ചെയ്യാനാ? സമയം ലേറ്റായി. ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സുനിലേട്ടൻ്റെ വീട്. സുനിലേട്ടനാണ് എനിക്കിപ്പോൾ ഈ വർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സുനിലേട്ടൻ്റെ വീട്. ഇത് ഞങ്ങളുടെ സുനിലേട്ടൻ്റെ അമ്മ. ഹലോ, സുഖമാണോ? എത്ര നാളായി കണ്ടിട്ട്? ആക്ച്വലി ഗൈസ്, ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റെഡി ആയിട്ടല്ലല്ലോ, വന്നപ്പോൾ തന്നെ കണ്ടതാണ്. ഇപ്പം ഞാൻ റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഞങ്ങളുടെ സുന്ദരി കുഞ്ഞാപ്പിയാണ്. സുന്ദരി ഭയങ്കര എൻ്റെ വർക്കിന് പോകണം. അപ്പോൾ ലൊക്കേഷൻ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഞാൻ റെഡിയായി, ഡ്രസ്സൊക്കെ മാറി. നമ്മളൊരു ഇൻഡെക്സ് മോട്ടോഴ്സിൻ്റെ ലോഞ്ചിന് പോവാണ്. അതാണ് അപ്പോൾ എനിക്കിന്ന് പണി. അവിടെ പോയി ടാങ്കറിങ് ചെയ്യലാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സുനിലേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ റെഡി ആയത്. സുനിലേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് മുതൽ ഇവൻറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ സുനിലേട്ടൻ്റെ കറുകത്തറയിൽ ഇവൻറ്റ്സ് ആൻഡ് കേറ്റേഴ്സ് ആണ്. അപ്പോൾ കേറ്ററിംഗ് ആണ്. അപ്പോൾ പുള്ളിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കിടിലൻ സദ്യയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ എന്താണ് ഈശു പറ? പായസം. പാലട പായസം. എൻ്റെ മോനെ ഒന്നും പറയാനില്ല, കിടു ടേസ്റ്റ് ആണ്. ഇപ്പം ഞാനിപ്പോൾ പാർസലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സുനിലേട്ടനോട്. എപ്പം ഞാൻ സുനിലേട്ടൻ്റെ വർക്കിന് വന്നാലും പായസം ഒരു കുപ്പിയിലാക്കിയിട്ട് ഞാൻ കൊണ്ടുപോകും. കാരണം അത്ര കിടിലൻ ടേസ്റ്റ് ആണ് ഇവിടുത്തെ പായസം. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ആ പ്രോഗ്രാമിലേക്കാണ് ഞാൻ പോകുന്നത്. സുനിലേട്ടൻ വിളിച്ചിട്ട് വരുന്നേക്കാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കൽ നടക്കുമെന്നൊന്നും അറിയില്ല. ഐശു വെയിലത്ത് നിൽക്കേണ്ടി വരും, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ അറിയില്ല. പക്ഷെ നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് കാണാം. പിന്നെ ഇന്ന് ഐശുവിന് നേരത്തെ വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ പരിപാടി തുടങ്ങി തീർന്ന് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഐശുവിനൊരു പ്രോഗ്രാം ഉണ്ട് അവിടെ, നമ്മുടെ അവിടെ. പക്ഷെ അത് നടക്കൂല. അവിടെ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഐശു ഒന്നും മിണ്ടണില്ല ഗൈസ്. ഞാൻ കുറെ ശ്രമിക്കണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവളെ കുത്തി സംസാരിപ്പിക്കാൻ. പക്ഷെ അവള് സംസാരിക്കണില്ല. അല്ലാണ്ട് ഫോണൊന്ന് മാറ്റി വെച്ച് നോക്കിയാ അപ്പൊ കേൾക്കാം. പക്ഷെ ഇതൊക്കെ ലൈവായിട്ട് കാണിക്കണമെന്നുണ്ട് എനിക്ക് നിങ്ങളെ. പക്ഷെ എന്ത് ചെയ്യാനാ? അത്രേ ഉള്ളൂ. എനിക്കൊന്നും പറയാനില്ല. ഈ കുട്ടി എന്നിട്ടും മിണ്ടാത്ത കണ്ടില്ലേ? ഇതാണ് രോദനം. എന്റെ രോദനം നിനക്കിനകത്താരാട്ടാ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ഗ്രാൻഡ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ അവരുടെ ജൂബിലി സെലിബ്രേഷനും കൂടിയായിരുന്നു. അപ്പോൾ 25 വർഷമായിട്ട് ഇൻഡസ് മോട്ടോഴ്സ് കായംകുളത്തിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ആങ്കറിങ് ആയിരുന്നു എൻ്റെ ഡ്യൂട്ടി. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്തിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീണ്ടും എന്താ പറയുക, ഐശുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും സംസാരിപ്പിക്കണമല്ലോ എന്ന ആറ്റിറ്റ്യൂഡിൽ ഞാൻ കുറേ സംസാരിച്ച് നോക്കി ഗൈസ്. പക്ഷേ ഒന്നും നടന്നില്ല. യെസ് ഗൈസ്, നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. പ്രോഗ്രാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങി റൈറ്റിലേക്കാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അല്ലേ?
നമ്മൾ അവിടെ നിന്നല്ലേ വന്നത്, അപ്പോൾ റൈറ്റിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ എറണാകുളത്തേക്ക് പോവാണ്, വേറെ ഒന്നുമില്ല. രാത്രി ആകുമ്പോൾ എനിക്ക് തോന്നണു അപ്സര എറണാകുളത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അപ്സരനെ പിക്ക് ചെയ്യണം, ഐശുവിനെ ഡ്രോപ്പ് ചെയ്യണം. ഐശുവിന് ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഐശുവിന് അവിടെ പോകണം. നേരത്തെ എത്തും എന്നാണ് ഒരു വിശ്വാസം. മണി ഇപ്പോൾ 4:30, 7 മണിക്കുള്ളിലെങ്കിലും എത്തണം. പക്ഷെ ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. അയ്യോ ഓക്കെ ഗൈസ്, അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളൂ. നമുക്കപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇത് ഈ വ്ലോഗിനകത്ത് ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ചുമ്മാ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പോലെ അപ്പോൾ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ കണ്ടു പോകാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻസ് ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കുറേ പേര് ഭയങ്കര നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി. പിന്നെന്താ, മൈക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ മാക്സിമം എല്ലാവരും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിക്കാം. നമുക്ക് ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ അത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.